ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടനും കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. ഓക്കെ, ലാലായിട്ട് വന്നു ചോദിക്കുന്നത് നെവിൻ്റെ അഭിപ്രായം എന്താണ് ക്യാപ്റ്റൻസിയെക്കുറിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നെവിൻ പറയുന്നത് ഇതാണ്: കഴിവുള്ളവരെ ലോകം അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് പണി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ഞങ്ങളെ കുറ്റം പറയുന്നതെന്ന് പറയുന്നുണ്ട്. കിച്ചണിൽ ഞങ്ങൾ 3 വ്യക്തികളാണ്, അത് ഞങ്ങൾ ക്യാപ്റ്റൻ അല്ല എന്നാണ് അനുമോൾ പറയുന്നത്. ക്യാപ്റ്റൻസ് ആയിട്ട് അംഗീകരിക്കുന്നേ ഇല്ല. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ സ്ട്രോങ് ആയി തീരുമാനം എടുത്തതല്ലേ അവരെ ഉള്ളിലേക്ക് കയറ്റില്ല എന്നുള്ളത്. അതെ, പക്ഷെ അവർ കയറി കുക്ക് ചെയ്തു ലാലേട്ടാന്ന് പറയുന്നത്. പക്ഷെ ഷാനവാസ് പറയുന്നത് മാക്സിമം വെസൽ തന്നെ എന്നെയും അവളെയും ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് ചെയ്തത്. രാത്രി കഴുകിയ പാത്രം പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് ഈ ചാണക്യൻ അക്ബറാണ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയത്. വെറുതെ ഒന്ന് കഴുകിയാൽ മതി, എന്നിട്ട് അത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പം അക്ബർ പറയുന്നുണ്ട്, ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വൃത്തിക്ക് കഴുകി കൊടുത്തിരുന്നു എല്ലാതും. ഞങ്ങളുടെ അപാകത പറയുമ്പോൾ തിരിച്ചു അവരുടെ അപാകത ഞങ്ങൾക്ക് പറയണ്ടേ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ഞങ്ങൾ പറയുന്നതെന്ന് പറയുന്നു. അപ്പം എന്നിട്ട് പറയുന്നു, നൂറയെ ക്യാപ്റ്റൻ ആക്കിയതല്ലേ, അതുകൊണ്ട് അനുഭവിച്ചോ എന്നുള്ള രീതിയിലാണ് അനീഷേട്ടനോട് പറയുമ്പോൾ അനീഷേട്ടൻ പറയാറ്. ആ രീതിയിലാണ് അനീഷേട്ടൻ തുറന്നടിച്ച് പറയുന്നില്ല. ബിഗ് ബോസിൻ്റെ ഒരു ഏജൻ്റെ പണി തന്നെയായിരുന്നു അത് ഞങ്ങളെ ക്യാപ്റ്റന്മാരാക്കിയതെന്ന് പറയുന്നു. ലാലേട്ടൻ പറയുന്നത് എന്താണ്, നിങ്ങളാണ് ഏജൻ്റെ പണി ബിഗ് ബോസിന് തന്നത്, ബിഗ് ബോസ് അല്ല എന്ന് പറയുന്നു. അപ്പോൾ നൂറ പറയുന്നു, ഞാൻ പണിയെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഫുഡ് തരൂല എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നു. ഇവരൊക്കെ എന്ത് വിട്ടിത്തര വിളിച്ച് പറയുന്നത്. അനുമോള് പറയുന്നതാ, കഴിച്ച പാത്രങ്ങളാണ് ലാലേട്ട അവിടെ ഇരിക്കുന്നത്, ഒരാൾ കഴുകിയിട്ടില്ല, കണ്ടില്ലേ, ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നത് കഴിച്ച പാത്രങ്ങളാണ്. ശരിക്കും ഇത് മിനിഞ്ഞാന്ന് ഉണ്ടാക്കി വെച്ച ആ ഉപ്പുമാവ് ഉണ്ടാക്കിയില്ലേ, ആ സാധനമാണ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്. ഈ വെസൽ ടീം ഒന്നും കഴുകിയിട്ടില്ല. അപ്പോൾ ലാലേട്ടൻ പിടിച്ചു എന്നുണ്ട്. അനുമോള് പെട്ടെന്ന് ഊരി പോകാൻ വേണ്ടി പറയാം, ഇവരൊക്കെ കഴിച്ച പാത്രങ്ങളാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് കഴിച്ച പാത്രമല്ലല്ലോ, ഉണ്ടാക്കിയ പാത്രമാണല്ലോ അവിടെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ അനുമോള് പ്ലേറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നറിയോ, ഓടിച്ചെന്ന് ഇവരുണ്ടാക്കി വെച്ച ഫ്രിഡ്ജിലുണ്ടാക്കി വെച്ച ചോറൊക്കെ എടുത്തു വരുന്നു. ശരിക്കും ആ പാത്രങ്ങൾ കഴുകിയ പാത്രം കഴുകിയിട്ടില്ല, ഉപ്പുമാവ് ഉണ്ടാക്കിയ പാത്രമൊന്നും കഴുകിയിട്ടില്ല എന്നതായിരുന്നു ടോപ്പിക്ക്. പക്ഷേ ലാലേട്ടൻ ആ ടോപ്പിക്കും വിട്ട് വേറെ അനുമോള് ടോപ്പിക്ക് മാറ്റിയപ്പോൾ ലാലേട്ടൻ ടോപ്പിക്ക് മാറ്റിപ്പോയി. ശരിക്കും അത് അനുമോളുടെ ട്രിക്കായിരുന്നു. കാരണം അനുമോള് നേരെ ഉണ്ടാക്കി വെച്ച ചോറ് കൊണ്ടുവന്നിട്ട് 8 പേരേ ഉള്ളൂ, ആഹാരത്തിൻ്റെ വില ഇവർക്ക് അറിയില്ല. ദോശയും ചപ്പാത്തിയും ഒക്കെ വേസ്റ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇവർ തക്കാളി ചോറും ഉണ്ടാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ കൊണ്ട് തള്ളി വെച്ചിരിക്കുക, ആർക്കോ വേണ്ടി ഉണ്ടാക്കി ഇരിക്കുന്നത് പോലെയാണ് ഇവരുടെ തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നത് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, ഇവർ കഴിക്കാഞ്ഞിട്ടാണ്. ശരിയാണ്, ഇവർ കഴിക്കാഞ്ഞിട്ടാണ് ഇത്രയും ചോറ് ബാക്കി വന്നത്. തക്കാളി ചോറ് എല്ലാം ഉണ്ടാക്കിയിട്ട് അവർ കിച്ചൺ ടീമാണല്ലോ, ഉണ്ടാക്കിയിട്ട് ഇവർക്ക് വേണ്ടി വയ്ക്കുന്നുണ്ട്. ഇവരത് പറ്റാഞ്ഞിട്ട് ഇവരെ സ്വന്തം ഇഷ്ടത്തിന് പ്രകാരം ഉണ്ടാക്കിയിട്ട് ഇത്രയും വേസ്റ്റ് വന്നത്. അപ്പോൾ അനുമോള് പാത്രം കഴുകാത്ത കാര്യം പറഞ്ഞപ്പോൾ അനുമോള് വേസ്റ്റ് വന്ന ഫുഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നേരെ ലാലേട്ടൻ്റെ അടുത്തേക്ക് ഈ ഫുഡും കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ അക്ബർ പറയുന്നത്, ഞങ്ങൾ വെള്ളം ഒഴിച്ചു വെച്ച പാത്രങ്ങൾ കഴുകിയില്ല എന്ന് പറയുമ്പോൾ അനുമോൾ പ്ലേറ്റ് മാറ്റുന്നു. അപ്പോൾ ലാലേട്ടൻ അവസാനം ചോദിക്കുന്നുണ്ട്, പൊറുതി മുട്ടി ചോദിക്കുന്നുണ്ട്, ഞാൻ വന്ന് കഴുകേണ്ടി വരുമോ പാത്രങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട്.